ഹായ് മക്കളെ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമൈസ് സെഡ് ഈക്വൽ ടു സെഡ് തന്നിട്ടുണ്ട്. സെഡ് എത്രയാ? 4x plus y. റെഡി? സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. ഏതൊക്കെയാണ് കൺസ്ട്രെയിൻസ്? x plus y less than or equal to 50, 3x plus y less than or equal to 90. റെഡി മക്കളെ? ഈ രണ്ട് കൺസ്ട്രെയിൻസ് എന്താ പറയുന്നത്? x greater than equal to 0, y greater than equal to 0. എക്സും വൈയും 0യേക്കാൾ വലുത്. എടാ, എക്സും വൈയും 0യേക്കാൾ വലുതാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എപ്പോഴും എവിടെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. റെഡി? എക്സും വൈയും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ എപ്പോഴും എവിടെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും സെക്കൻഡ് ക്വാഡ്രന്റിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റാട്ടോ. യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, മാക്സിമൈസ് സെഡ് ഈസ് ഈക്വൽ ടു 4s plus y. അപ്പോൾ ഓരോ കൺസ്ട്രെയിൻസ് ഞാൻ എടുക്കുകയാണേ. കൺസ്ട്രെയിൻസ് വരയ്ക്കാൻ ആദ്യം x plus y ഈക്വൽ ടു 50 എന്ന് പറയുന്ന ലൈൻ എടുത്തു. x plus y ഈസ് ഈക്വൽ ടു 50. ബോക്സ് വരക്കാലോ? എക്സ് വൈ. മക്കളെ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എത്രയാടാ? 50. എന്നാലല്ലേ 0 plus 50 50 ആവുള്ളൂ. തിരിച്ചു കൊടുക്ക്. വൈക്ക് 0 കൊടുത്താൽ എക്സ് എത്ര വരും? 50. റെഡി? അപ്പൊ 2 പോയിന്റ് കിട്ടിയോ? ഒരു പോയിന്റ് ആരാ? 0,50. അടുത്ത പോയിന്റ് 50,0. റെഡി? ആ ലൈൻ ഓക്കെ. അടുത്ത കൺസ്ട്രെയിൻ വരക്കണം. 3x plus y is equal to 90. അല്ലേ? ഇതിന്റെ ടേബിൾ വരക്കുക. എക്സ് വൈ. മക്കളെ, എക്സിന് 0 കൊടുത്താൽ 3 into 0 0 അല്ലേ? അപ്പൊ വൈ നമുക്ക് എത്ര കിട്ടുവാടാ? 90 അല്ലേ? y 90. റെഡി? യെസ്. മക്കളെ, വൈക്ക് 0 കൊടുത്തേ. വൈക്ക് 0 കൊടുത്താൽ 3x ഈക്വൽ ടു 90 അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? 30. പോയിന്റ്സ് കിട്ടിയോ? 0,90യും 30,0യും. റെഡി? ഇനി വരക്കാം ട്ടാ. ഞാൻ ഉള്ള സ്പേസിൽ വരക്കുകയാണെ. ശ്രദ്ധിച്ചോ. എക്സ് വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇത് എൻ്റെ ഒറിജിൻ. റെഡി? പോയിന്റ്സ് ഇവിടെയൊക്കെ 13 50 ഒക്കെ ആയതുകൊണ്ട് സ്കെയിൽ എടുക്കുക. 1 cm ഈക്വൽ 10 അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിക്കോ. 10, 20, 30, 40, 50. കഷ്ടപ്പാടാ അല്ലേ? 60, 70, 80, 90, 100. റെഡി? യെസ്. ഇനി മുകളിലേക്ക് വാ. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വരക്കണം കേട്ടോ. ഓക്കെ? വൃത്തിക്ക് വരയ്ക്കുക. കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വരയ്ക്കുക. കിട്ടുന്ന ഫീസിബിൾ റീജിയൻ കറക്റ്റ് നല്ല രീതിയിൽ മാർക്ക് ചെയ്യുക കേട്ടോ. യെസ്. എടാ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 50 എന്ന് പറയുന്ന ലൈൻ മാർക്ക് ചെയ്യണം. ഏതൊക്കെയാ പോയിന്റ്? 0,50. എക്സ് 0 y 50. എക്സ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെയാ? വൈ ആക്സിസ് കേട്ടോ. അതാ ഈ പോയിന്റ്. റെഡി? ഈ പോയിന്റ് ആണ് ആര്? 0,50. 50,0 വരും. y 0 അല്ലേ? ഇവിടെ 50,0. യെസ്. അപ്പോ ആ രണ്ട് പോയിന്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ലൈൻ വരക്കാം കേട്ടോ. വരച്ചു. റെഡി? യെസ്. ഇപ്പൊ ഇതാണ് എൻ്റെ ലൈൻ. എന്ത്? യെസ്. ഞാൻ ഇവിടെ എഴുതാം. x plus y is equal to 50 അല്ലേ? x plus y equal to 50. റെഡി? അതുപോലെ 3x plus y equal to 90 എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് പോയിന്റ് ആരാ? 0,90. x 0 y 90. x 0 ആണെങ്കിൽ അതെവിടെയാ? y ആക്സിസിൽ കേട്ടോ. ഈ പോയിന്റ് ആണ് ആര്? 0,90. റെഡി? ഇനി x 30 ആകുമ്പോൾ y 0 അല്ലേ? 30,0. 30,0 വരും. അവിടെ വരും 30,0. റെഡി? അപ്പോ ആ രണ്ട് പോയിന്റിനെ ബന്ധിപ്പിച്ചുകൊണ്ട് വേണം വരയ്ക്കാൻ. റെഡി? യെസ്. ദാ വരയ്ക്കുകയാണേ. യെസ്. അപ്പോൾ രണ്ട് ലൈൻസ് ഞാൻ വരച്ചു. റെഡിൽ കാണിച്ചതാണ് ആര്? 3x plus y is equal to 90. ഇനി ശ്രദ്ധിക്കുക, സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ആരാ? x plus y less than or equal to 50 അല്ലേ? ആരാ x plus y less than or equal to 50? ആ ബ്ലൂ കളറിൽ ഞാൻ വരച്ച ലൈനാ അല്ലേ? മക്കളെ, ആ ലൈൻ അങ്ങ് നോക്കിയേ. ആ ലൈൻ എൻ്റെ പ്ലെയിനിലെ 2 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യും. ഒന്ന് ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് വരുന്ന ഭാഗവും പിന്നെ ഒറിജിൻ ഇല്ലാത്ത ഭാഗവും അല്ലേ? അപ്പൊ ഏത് ഭാഗമാണ് നമ്മുടെ സൊല്യൂഷൻ വരിക? നിങ്ങൾ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് നോക്ക്. 0 plus 0 less than or equal to 50. 0 less than or equal to 50 എന്ന് പറഞ്ഞാൽ ശരിയാണോ? 0 50നേക്കാൾ ചെറുതല്ലേ? ശരിയാണ് അല്ലേ? അപ്പോ ആ ലൈനിന്റെ സൊല്യൂഷൻ റീജിയൻ എങ്ങനെ വരും മക്കളെ? ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഒറിജിൻ അല്ലേ? ഒറിജിൻ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ ഇങ്ങനെ വരക്കണം. റെഡിയാണോ?
ഓക്കെ ആണോ? യെസ്, വരച്ചു. സെറ്റ്. ഇനി ശ്രദ്ധിക്കുക, ചുവപ്പ് ലൈൻ 3x + y <= 90. അഗൈൻ അതെങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? ഇതുപോലെ ആ ചുവപ്പ് ലൈനിലേക്ക് എല്ലാവരും നോക്കിക്കേ. 3x + y = 90, <= 90. ശ്രദ്ധിക്കുക, ആ ലൈനും മക്കളെ രണ്ട് റീജിയൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒറിജിൻ വരുന്ന ഭാഗം, അതിന്റെ അടുത്ത ഭാഗം കണ്ടോ? ഒന്ന് ഒറിജിൻ ഇല്ലാത്ത ഭാഗം, അതിന്റെ വലത്തെ ഭാഗം. ശ്രദ്ധിക്കുക, ഏത് ഭാഗം ഷെയ്ഡ് ചെയ്യണ്ടേ? നിങ്ങൾ 0 0 കൊടുത്തു നോക്കടാ. 3 × 0 0, y 0 കൊടുത്താൽ <= 90. ശരിയല്ലേ? 0 90നേക്കാൾ ചെറുതല്ലേ? യെസ്. അപ്പോ ഏത് റീജിയൻ മാർക്ക് ചെയ്യണം മക്കളെ? 0 0 വരുന്ന റീജിയൻ മാർക്ക് ചെയ്യണം അല്ലെ? അപ്പൊ എങ്ങനെ മാർക്ക് ചെയ്യും നോക്കിക്കോ. ചിരിച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ ഇതാ 0 0 വരുന്ന ഭാഗം മാർക്ക് ചെയ്യണം. റെഡി? അപ്പോ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ആ 4 കൺസ്ട്രെയിൻസിനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആയിരിക്കണം. ആ x <0 യും y <0 നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് വെച്ച് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും എന്റെ റീജിയൻ അല്ലെ? ഇനി ശ്രദ്ധിക്കുക, ആ രണ്ട് ലൈൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ മക്കളെ, രണ്ട് ലൈൻസിന്റെയും ഷെയ്ഡഡ് പോർഷൻ ഓവർലാപ്പ് ചെയ്യുന്ന എവിടെയാ? ഈ പർട്ടിക്കുലർ റീജിയൻ അല്ലേ? ഞാൻ മഞ്ഞ വെച്ച് വർക്ക് ചെയ്യാം. ഈ റീജിയൻ അല്ലടാ, രണ്ട് ലൈൻസും പാസ് ചെയ്യുന്ന റീജിയൻ ഈ റീജിയൻ അല്ലേ? റെഡി? യെസ്. ഇതിന്റെ പുറത്ത് നീല മാത്രമേ ഉള്ളൂ, ഇതിന്റെ മുകളിലേക്ക് ചുവപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ വേണം. സോ ദിസ് യെല്ലോ കളേർഡ് പോർഷൻ ഈസ് ദി റിക്വയർഡ് റീജിയൻ കേട്ടോ. ഓക്കെ, മാക്സിമൈസ് അല്ലേ ചോദ്യം? മാക്സിമൈസ് ചോദ്യം ചെയ്യാൻ ശ്രദ്ധിക്കുക, ആ ഫീസിബിൾ റീജിയന്റെ കോർഡിനേറ്റ്സ് ശ്രദ്ധിക്കുക. ഞാൻ അതിനെ ഇവിടെ എടുക്കുന്നുണ്ട്. യെസ്, ആ റീജിയൻ മാത്രം ഒന്ന് വരക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കോ, ഇങ്ങനെയല്ലേ ആ റീജിയൻ? കറക്റ്റ്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഒറിജിനാ 0 0 അല്ലേ? ബി ഏതാ പോയിന്റ് മക്കളെ? 30,0 അല്ലേ? സി നമുക്കറിയില്ല. ഡി ഏതാ പോയിന്റ്? ഡി പോയിന്റ് 0,50. റെഡി? ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അത് ആ രണ്ട് ലൈനിന്റെയും മീറ്റിംഗ് പോയിന്റ് അല്ലേ? ഏതൊക്കെ ലൈനാ? ഒന്ന് x + y = 15ന്റെയും അടുത്തത് 3x + y = 90ന്റെയും അല്ലേ? ഈ രണ്ട് ലൈൻസ് കുറച്ചാൽ അല്ലെങ്കിൽ കൂട്ടിയാൽ എക്സും വൈയും ഏതെങ്കിലും ഒന്ന് കളഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടില്ലേ? എങ്ങനെ ചെയ്യാം? കുറച്ച് x - 3x - 2x, 50 - 90 - 40. x എത്ര കിട്ടി? x 20. റെഡി? x 20 ആവുമ്പോൾ മക്കളെ y എത്ര വരും? x 20 കൊടുത്താൽ 20 + y 50, y എത്രയാ? 30 അല്ലേ? അപ്പൊ ആ പോയിന്റ് കിട്ടിയിട്ടാ. എത്രയാ? 20,30. റെഡി? സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി 20,30. യെസ്. ഇനി ചെക്ക് ചെയ്യാം. നമുക്ക് സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു ടേബിളൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? നന്നായിട്ട് ഭംഗിയാക്കാം കേട്ടോ. സെറ്റ് ഈസ് ഈക്വൽ ടു 4x + y അല്ലേ? ഓരോ പോയിന്റ് 0 0 ചെക്ക് ചെയ്യണം, 30,0 ചെക്ക് ചെയ്യണം, 20 30 ചെക്ക് ചെയ്യണം, 0,50 ചെക്ക് ചെയ്യണം. റെഡി? യെസ്. എക്സിനും വൈക്കും 0 കൊടുത്താൽ 4 × 0 0, 0 + 0 0 അല്ലേ? എക്സിന് 30 കൊടുത്താൽ മക്കളെ 4 × 30 120 + 0 ഇവിടെ എത്ര കിട്ടും? 120. എക്സിന് 20യും വൈക്ക് 30യും കൊടുക്കുക. 4 × 20 80 + 30 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 110 അല്ലേ? 4 × 20 80 + 30 ചെയ്യുമ്പോൾ 110. അടുത്ത് 0,50 അല്ലേ? എക്സിന് 0, വൈക്ക് എത്ര? 50. ആൻസർ 50. മാക്സിമൈസ് അല്ലേ? മാക്സിമൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. മക്കളെ സെറ്റിന് മാക്സിമം വാല്യൂ കിട്ടുന്ന എവിടെയാടാ? 120 അല്ലേ മാക്സിമം വാല്യൂ? അത് ഏത് പോയിന്റിലാ? 30,0. റെഡി? കഴിഞ്ഞു. Consider the linear programming problem. -3x + 4y. Constraints തന്നിട്ടുണ്ട്. x + 2y <= 8, 3x + 2y <= 12, x <= 0, y <= 0. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എവിടെ വരുള്ളൂ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. റെഡി? യെസ്. അപ്പൊ ഡ്രോ ഇറ്റ്സ് ഫീസിബിൾ റീജിയൻ. നമുക്ക് ഇതുപോലെ ഗ്രാഫ് വരച്ച് ഏരിയ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി കോർണർ പോയിന്റ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ. ദാ ഇതുപോലെ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി കോർണർ പോയിന്റ് അറ്റ് വിച്ച് സെറ്റ് അറ്റൈൻസ് മിനിമം. നേരത്തെ മാക്സിമം ആയിരുന്നു, ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം മിനിമം വാല്യൂ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കൺസ്ട്രെയിൻസ് എഴുതിക്കോ. x + 2y = 8 അല്ലേ? പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? x y. മക്കളെ എക്സിന് ഞാൻ 0 കൊടുത്താൽ 0 + 2y ആണ് 8 വരിക. 2y 8 ആണെങ്കിൽ മക്കളെ y എത്രയാ? 4. റെഡി? വൈക്ക് 0 കൊടുത്തേ.
വൈക്ക് 0 കൊടുത്താൽ എക്സ് പ്ലസ് 2y, അതായത് എക്സ് പ്ലസ് 0 എന്ന് വരും. എക്സ് പ്ലസ് 0 8, എക്സ് എത്ര കിട്ടും 8. ഏതൊക്കെ പോയിന്റാ 0,4ഉം 8,0. റെഡി? യെസ്. അടുത്തത് 3x പ്ലസ് 2y ഈക്വൽ ടു 12 അല്ലേ? ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സും വൈയും കൊടുക്കുക. എക്സ് വൈയും കൊടുക്കുക. യെസ്, എക്സ് വൈ ശ്രദ്ധിക്കുക. എക്സിന് നമ്മൾ 0 കൊടുത്താൽ 3x 0 ആയി അല്ലേ? 2y 12 മക്കളെ, y എത്രയാ 6. വൈക്ക് 0 കൊടുത്താലോ 2y ടൈം മൊത്തം പോയില്ലേ? 3x 12 ആണ്. അപ്പൊ എക്സ് എത്രയാടാ 4. അപ്പൊ ഏതൊക്കെ പോയിന്റ് 0,6ഉം 4,0. റെഡി? ഇത്രയും പോയിന്റ്സ് ആയി നമുക്ക് വരക്കാം കേട്ടോ. യെസ്, ഉള്ള സ്ഥലത്ത് നമുക്ക് വരക്കാം. യെസ്, 0. നമുക്ക് 0, 4, 8 ഒക്കെ വേണം അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. റെഡി? മേലേക്ക് 1, 2, 3, 4, 5, 6, 7, 8. റെഡി? യെസ്. ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്തേ. 0,4 0,4 എവിടെ വരും? എക്സ് 0 y 4 അല്ലേ? ഈ പോയിന്റ് ആണ് ആര്? 0,4. റെഡി? 8,0 എവിടെ വരും മക്കളെ? ഇതാണ് 8,0. അപ്പോ ആ ലൈനിനെ വരക്കാലോ. യെസ്, ഞാൻ ചുവപ്പ് വെച്ച് വരച്ചേ. ഇവിടെ നോക്കുക. റെഡി? യെസ്. ഈ ലൈൻ ഏതായിരുന്നു മക്കളെ? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8. റെഡി? എക്സ് പ്ലസ് 2y ഈക്വൽ ടു. അടുത്ത ലൈൻ വരക്കണല്ലോ. ആദ്യം പോയിന്റ്സ് മാർക്ക് ചെയ്തേ. 0,6ഉം 4,0യും. 0,6 ഇവിടെ വരും. 0,6 അല്ലേ? 4,0 വരും. ഇവിടെയാണ് 4,0. റെഡി? എങ്ങനെ മാർക്ക് ചെയ്യും? ഞാൻ ബ്ലൂ കളർ വെച്ച് വരച്ചിട്ടാ. ഇവിടെ നോക്കതാ. യെസ്. റെഡി? ഇനി ശ്രദ്ധിക്കുക. സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ഒറിജിൻ ഉള്ള പ്ലെയിൻ ആണോ ഇല്ലാത്ത പ്ലെയിൻ ആണോ? എക്സിനും വൈക്കും 0, 0 കൊടുത്തു നോക്കിയേ. 0 പ്ലസ് 2 ഇൻറ്റു 0, 0 പ്ലസ് 0 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? 8നേക്കാൾ ചെറുതല്ലേ 0? കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ ഏതാ മക്കളെ സൊല്യൂഷൻ? ദ പ്ലെയിൻ കണ്ടെയ്നിങ് 0 അല്ലേ? അപ്പോ ഞാൻ അതിന്റെ സൊല്യൂഷൻ വരക്കുകയാണ്. ചുവപ്പ് ലൈൻ അല്ലേ? യെസ്, താഴേക്ക് വരച്ചു കേട്ടോ. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. യെസ്, ഓക്കെ. അടുത്ത ലൈൻ 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഒറിജിൻ ഉള്ള പ്ലെയിൻ ആണോ ഇല്ലാത്ത പ്ലെയിൻ ആണോ? അഗൈൻ എക്സിനും വൈക്കും 0, 0 കൊടുത്തേ. 3 ഇൻറ്റു 0 0, 2 ഇൻറ്റു 0 0, 0 പ്ലസ് 0 0, 0 ലെസ് ദാൻ ഈക്വൽ ടു 12. ശരിയാണ്. സോ ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഒറിജിൻ ആണ് വരേണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെ വരച്ചു? എങ്ങനെ വരച്ചു കേട്ടോ. യെസ്. അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരണം അല്ലേ? എങ്ങനെ ചെയ്യണം? എല്ലാ കൺസ്ട്രെയിൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം മക്കളെ. എല്ലാതരം ലൈൻസും പാസ് ചെയ്യുന്ന എവിടെയാടാ? ഈ ഒരു റീജിയൻ അല്ലേ? നേരത്തെ കിട്ടിയതുപോലെ തന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? യെസ്, ഓക്കെ. അപ്പോ ആ ഫീസിബിൾ റീജിയൻ വരയ്ക്കുക എന്നുള്ള ദൗത്യം നമ്മൾ ചെയ്തു കേട്ടോ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ടു ഫൈൻഡ് ദി കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ അതിനെ ഞാൻ ആ ഫീസിബിൾ റീജിയൻ ഒന്ന് മാറ്റി വരക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കോ. ഇതല്ലേ? ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഓക്കെ. ഈ പോയിന്റ് 0, ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി. 0 എന്ന് പറയുന്ന പോയിന്റ് ഏതാ മക്കളെ? 0,0 ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് ഏതാ? എ 4,0 അല്ലേ? യെസ്. സി എന്ന് പറയുന്ന പോയിന്റ് ഏതാ? സി എന്ന് പറയുന്ന പോയിന്റ് 0,4 അല്ലേ? അപ്പൊ ബി മാത്രം കണ്ടുപിടിച്ചാൽ പോരെ? ബി എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ആ രണ്ട് ലൈൻ്റെ മീറ്റിംഗ് പോയിന്റ് അല്ലേ? രണ്ട് ലൈൻ്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ഉണ്ട്. 3x പ്ലസ് 2y ഈക്വൽ ടു 12 ഉണ്ട്. രണ്ടും കുറച്ചാൽ പോരെ? 2y കുറച്ചാൽ 2y പോയി. 3x മൈനസ് എക്സ് 2x. 12 മൈനസ് 8 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 4. എക്സ് എത്ര കിട്ടി? 2 അല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടി 2. എങ്ങനെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും. ഇപ്പോൾ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8ൽ 2y ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താം? 8 മൈനസ് എക്സ്. എക്സ് ആര 2 അല്ലേ? യെസ്. സോ y ഇസ് ഈക്വൽ ടു 6/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3.
കേട്ടോ. എത്രയാണ്? 2,3. 2,3. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടിയ എത്രയാ? 2,3. ഇനി ഫൈൻഡ് ദി കോർണർ പോയിന്റ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ. അത് എല്ലാ കോർണർ പോയിന്റ്സും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കേട്ടോ. 0, 0, 4, 0, 2, 3, 0, 4. ഇനി ഞാൻ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദി കോർണർ പോയിന്റ് അറ്റ് വിച്ച് സെറ്റ് അറ്റൈൻസ് ഇറ്റ്സ് മിനിമം വാല്യൂ. എടാ മിനിമം വാല്യൂ തീർച്ചയായിട്ടും എവിടെയായിരിക്കും? യെസ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, 0 ചാൻസ് ഇല്ല. ഇവിടെ നോക്കിക്കോ, സെഡ് ആരാ? -3x + 4y കേട്ടോ. ആരും ചാടിക്കയറി 0, 0 കൊടുക്കരുത് കേട്ടോ, ശ്രദ്ധിക്കാം. ഏതൊക്കെ പോയിന്റാ? 0, 0 ചെക്ക് ചെയ്യണം, 4, 0 ചെക്ക് ചെയ്യണം, 2,3 ചെക്ക് ചെയ്യണം, 0,4 ചെക്ക് ചെയ്യണം. ശ്രദ്ധിക്കട്ടോ. യെസ്, ശ്രദ്ധിച്ചേ. 0,0 എക്സിനും വൈക്കും 0 കൊടുത്താൽ -3 × 0 0, 4 × 0 0, മൊത്തം 0 അല്ലേ. അടുത്തത് എക്സിന് 4 കൊടുത്തേ, -3 × 4 എത്ര കിട്ടും? -12 എന്ന് കിട്ടും അല്ലേ. +4 × 0 0 അല്ലേ. ഇപ്പൊ -12 എത്ര കിട്ടി? -12. യെസ്, -3x + 4y എക്സിനും വൈക്കും 2 3 കൊടുത്തേ, -3 × 2 +4 × 3 എത്ര കിട്ടും? -3 × 2 എന്ന് പറഞ്ഞാൽ -6 +4 × 3 എന്ന് പറഞ്ഞാൽ 12. 12 - 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6. റെഡി. ലാസ്റ്റ് 0,4 കൊടുക്കണം അല്ലേ. 0,4 എക്സിന് 0 കൊടുത്താൽ -3 × x, -3 × 0 0 കേട്ടോ. +4 × 4 ചെയ്താൽ മക്കളെ അവിടെ 16. ആൻസർ എത്ര കിട്ടി? 16. റെഡി. മിനിമം വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഏറ്റവും മിനിമം വാല്യൂ 0 കണ്ട് 0ക്ക് കൊടുക്കരുത്. ഏറ്റവും മിനിമം വാല്യൂ ആരാ? -12. അതേത് പോയിന്റിലാ? യെസ്, 4,0 റെഡി. അപ്പോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം വെച്ചിട്ട് ഒപ്റ്റിമൈസേഷൻ ക്വസ്റ്റ്യൻ കേട്ടോ, മാക്സിമ മിനിമ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. റെഡി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടുണ്ടാവും, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റട്ടെ. തെറ്റിക്കാതെ വൃത്തിയിൽ ചെയ്യുക, മാർക്ക് വാങ്ങിക്കുക. താങ്ക് യു.